ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. എനിക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേവിക്കാൻ ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ നല്ല വൃത്തിയാക്കി എടുക്കണം. നല്ല രീതിയിൽ അതിനകത്തിൽ നാര് പോലത്തെ ഒരു സാധനമുണ്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കൈക്കണക്കിനാണ് ഞാൻ ഇടുന്നത്, അല്ലാതെ സ്പൂൺ അളവിനൊന്നുമല്ല. മുളക് പൊടി ആവശ്യത്തിന്, എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കുക. പിന്നെ ഇനി അതിനകത്തിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഞാൻ കുരുമുളക് പൊടി അതും ഏകദേശം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരു പാകത്തിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. ഉപ്പും ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ഉപ്പ് വേണം. അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ പാകത്തിനനുസരിച്ച് ഞാനൊരു ഇവിടുത്തെ ഒരു ഉപ്പിൻ്റെ അളവിനനുസരിച്ചുള്ള ഉപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 2-3 തണ്ട് കറിവേപ്പില അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ചെമ്മീനെടുത്ത് അതിലേക്ക് കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് തിരുമ്മി വെച്ച ഒരു അരപ്പിൻ്റെ ഒരു വെള്ളം കൂടി ചെമ്മീൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കുക്കർ മൂടി വെച്ച് നമുക്ക് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവിക്കണ്ട, ഒരുപാട് വേവിച്ചാൽ റബ്ബർ പോലെ ആകും. ഇനി നമുക്കിനി ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് നുറുക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി, ഗരം മസാലപ്പൊടി, ഞാൻ കുറച്ച് ജീരക മസാലയും കൂടി എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരക മസാല, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, പിന്നെ നല്ല പഴുത്ത ഒരു തക്കാളി, കറിവേപ്പില. ചെറിയുള്ളി ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയുള്ളി എടുത്തത്. സവാളയ്ക്ക് അത്രയും ടേസ്റ്റ് തോന്നത്തില്ല. നമുക്ക് ഇപ്പോഴത്തേക്ക് ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു കൈയളവിലാണ് ഞാൻ ഈ പറയുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ, എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഉലുവ ഇടുക. പിന്നെ നമുക്ക് കുറച്ച് കടുകിടാം. കടുകും ഉലുവയും നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം. അതിനകത്തിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം പൊടിക്കാതെ ഇട്ടിട്ടുണ്ട്. നമുക്ക് റോസ്റ്റിനകത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഇളക്കി ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അടുത്ത സാധനം ഇടാം. തേങ്ങാക്കൊത്ത് ഇപ്പോൾ നല്ലതായിട്ട് ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാവേ. കറിവേപ്പില നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം. ഇനി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടങ്ങ് ചതച്ചിട്ട് ചെറിയതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടേ ഉള്ളൂ, അത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു മൂത്ത ഒരു മണമൊക്കെ വരും. അപ്പോൾ ആ ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പച്ചമുളക് നടുകെ കീറിയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളക് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക.
ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, അത് ഏത് കറിക്കാണെങ്കിലും. ചെറിയ ഉള്ളി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി വഴറ്റുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലതായിട്ട് വഴണ്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പം ഞാൻ തക്കാളി ഇടുന്നതിന് മുമ്പ് ഈ മസാലപ്പൊടി ഇട്ടു. അപ്പോൾ അതാകുമ്പോൾ ആ എണ്ണയ്ക്കകത്ത് നിന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക മണവും ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഞാൻ ഒരു പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിട്ട് കൊടുക്കുക. അതിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് വഴണ്ട് വരണം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മല്ലിപ്പൊടി. പിന്നെ കുറച്ചളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഓൾറെഡി നമ്മൾ ചേർത്താണ് ഇത് ചെമ്മീൻ വേവിച്ചിരിക്കുന്നത്. എന്നാലും നമുക്കൊരു ഒരു പ്രത്യേക ഒരു കളറിനും എല്ലാം വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മഞ്ഞൾപ്പൊടിയുടെയും പിന്നെ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് വെന്തിട്ടൊക്കെയുണ്ട്. ഒരുപാടങ്ങ് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെമ്മീൻ നല്ല ടേസ്റ്റിൽ കിട്ടത്തില്ല, ഒരു റബ്ബർ പോലെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇട്ട് വേവിക്കേണ്ട, ഒരു മിനിമം ഒരു വേവ് മതി. ഇനി നമുക്കിത് ഈ മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിക്കാം. കുറച്ച് ഇതിന് ഇച്ചിരി ഒരു ഗ്രേവി ഉണ്ട്. ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സമയം കാണാം. ടാറ്റാ, ബൈ ബൈ.